കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത് മത്തങ്ങ വെച്ചാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. എനിക്ക് മത്തങ്ങയൊന്നും തീരെ ഇഷ്ടമല്ല, അതേപോലെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇതേപോലെ കറി ഉണ്ടാക്കിയാൽ നമ്മൾ മുഴുവനായിട്ടും കഴിച്ചു പോകും. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മത്തങ്ങ കഴിക്കാത്തവരെല്ലാവരും കഴിച്ചു പോകും. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതിനായിട്ടൊരു ഫ്രഷ് മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി മതി കേട്ടോ. കൂടുതൽ മൂത്തിട്ടില്ല എന്നാൽ ഇളയതുമല്ല. നല്ല ടേസ്റ്റിയുള്ള ഒരു മത്തങ്ങയായിരുന്നു ഇത്. നല്ല പൊടിയുള്ള മത്തങ്ങയാണെങ്കിൽ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് 3 തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത 3 തക്കാളി, പുളിയുള്ളതായിക്കോട്ടെ. നമ്മളിതിലേക്ക് പുളിയൊന്നും ചേർക്കണില്ല. പിന്നെ ഒരു 20 ചെറിയുള്ളിയും കൂടി തോല് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇട്ടാൽ മതി. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത്. ഞാൻ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് കുറുകിയാലും കുഴപ്പമില്ല, പരിപ്പ് ചേർക്കാത്തതാണേ. ഇനി ഇതിലെ അരപ്പിനായി തേങ്ങയും നല്ല ജീരകമാണ് കേട്ടോ വേണ്ടത്. കറിക്ക് ഉപയോഗിക്കുന്ന ചെറിയ ജീരകമാണേ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വറ്റൽമുളക് അധികം വേണ്ട, പച്ചമുളക് കൂടുതൽ ചേർത്തതുകൊണ്ട് 2 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. കുരുമുളകും മല്ലിയൊക്കെ മുഴുവനായിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിയുടെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിട്ടാലും നല്ലതാണ് കേട്ടോ. കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുതേ. ഒരു കുറുകിയ ജാറിലാണ് ഇത് വേണ്ടത്. മത്തങ്ങ ഒന്ന് കുറുകി വരും കൂടി ചെയ്യല്ലോ. ഈ സമയം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്കിതൊന്ന് വറുത്തിടാനായിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും കടുകും കൂടി പൊട്ടിച്ചൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ കറിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.